Good morning to one and all, and warm welcome to our 14th online class. Today, our first topic, that is under the chapter Income Tax Authorities and Powers. The topic is, what are the general powers of income tax authorities? 7 പോയിന്റ് നമുക്ക് ഈ ഇൻകം ടാക്സ് അതോറിറ്റീസിൻ്റെ പവേഴ്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് കഴിഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്ക് എടുത്തുകൊണ്ടാണ് അവസാനിപ്പിച്ചത്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു എസ്സേ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു പോർഷൻ തന്നെയാണ്. അതോടൊപ്പം തന്നെ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ സ്റ്റുഡൻസും പഠിച്ചെടുക്കേണ്ടതും കൂടിയിട്ടാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ അത് ഫസ്റ്റ് ടോപ്പിക്കായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ആ 7 പോയിൻ്റ് എന്താണെന്നുള്ളത് പറയാം. ഫസ്റ്റ് വൺ, പവർ റിഗാർഡിംഗ് ഡിസ്കവറി, പ്രൊഡക്ഷൻ ഓഫ് എവിഡൻസ് എക്സെട്ര, സെക്ഷൻ 131. And second one, power of search and seizure, that is section 132. Next one, power of requisition of books of accounts or other documents, section 132A. Power to call for information, section 133. Power of survey, section 133A. Power of collecting information, section 133B. And power to inspect registers of companies, section 134. അപ്പോൾ ജനറൽ പവേഴ്സിനെ കുറിച്ച് പറയുന്ന സെക്ഷൻസ് 131 മുതൽ 134 വരെയാണ്. ഇത്രയും ഡിസ്കഷൻസ് ആണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ഫസ്റ്റ് ടോപ്പിക്കായിട്ട് ചെയ്യേണ്ടത്. ഓരോ പോയിൻ്റായിട്ട്, അതായത് 7 പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, ആ 7 പോയിൻ്റ് നമുക്ക് ഓരോ പോയിൻ്റായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 131 ആണ്. സെക്ഷൻ 131 ഫസ്റ്റ് ജനറൽ പവർ എന്ന് പറയുന്നത് എന്താണ്? പവേഴ്സ് റിഗാർഡിംഗ് ഡിസ്കവറി, പ്രൊഡക്ഷൻ ഓഫ് എവിഡൻസ് എക്സെട്ര. അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ആണ് സെക്ഷൻ 131 പറയുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 131, ദ അസസിംഗ് ഓഫീസർ, ദ ജോയിൻറ്റ് കമ്മീഷണർ, ദ കമ്മീഷണർ അപ്പീൽസ്, the principal chief commissioner or chief commissioner or the principal commissioner or commissioner and the dispute resolution panel shall have the powers as are vested in a court under the Code of Civil Procedure 1908 when trying a suit in respect of discovery and inspection, enforcing the attendance of any person and examining him on oath, compelling the production of books of accounts and other documents and issuing commissions. സെക്ഷൻ 131 പ്രകാരം ഒരു അസസിംഗ് ഓഫീസർ അല്ലെങ്കിൽ ജോയിൻറ്റ് കമ്മീഷണർ ആയിരിക്കാം, അതും അല്ലെങ്കിൽ ദ കമ്മീഷണർ അപ്പീൽസ്, പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ, ചീഫ് കമ്മീഷണർ ഓർ ദ പ്രിൻസിപ്പൽ കമ്മീഷണർ ഓർ കമ്മീഷണർ ആൻഡ് ദ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ പാനൽ, ഇത്രയും ആൾക്കാർക്കാണ് സെക്ഷൻ 131 പ്രകാരം ഇതിലുള്ള പവറുള്ളത്. ഈ പവറിൽ എന്തൊക്കെ ചെയ്യാനുള്ള അധികാരമുണ്ടെന്നാണ് പറയുന്നത്? ദാറ്റ് ഈസ് അണ്ടർ ദ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ 1908, 1908 മുതൽ സിവിൽ പ്രൊസീജിയർ പ്രകാരം എന്തിനൊക്കെയുള്ള റൈറ്റ് ഉണ്ട്? ഡിസ്കവറി ആൻഡ് ഇൻസ്പെക്ഷൻ, എൻഫോഴ്സിംഗ് ദ അറ്റൻഡൻസ് ഓഫ് എനി പേഴ്സൺ ആൻഡ് എക്സാമിനിങ് ഹിം ഓൺ ഓത്ത്, compelling the production of books of accounts and other documents and issuing commissions. ഡിസ്കവറി നടത്താം, അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ നടക്കാം, അറ്റൻഡൻസ് ഹാജരാക്കാം, അതായത് എക്സാമിനേഷൻ സമയത്ത് ഓത്ത് ഒരു പ്ലഡ്ജ് ചെല്ലുന്ന സമയത്ത് അവരുടെ അറ്റൻഡൻസിനെ കുറിച്ച് എക്സാമിൻ ചെയ്യാം. അതുപോലെ തന്നെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രൊഡക്ഷൻ സമയത്ത് എൻക്വയറി നടത്താം, അത് ഇൻസ്പെക്ഷൻ നടത്താനായിട്ട് സാധിക്കും, ഇഷ്യൂയിങ് കമ്മീഷൻസ്. ഇത്രയാണ് 131 പ്രകാരമുള്ള അവരുടെ പവർ എന്ന് പറയുന്നത്. ഇനി സെക്ഷൻ 132 പറയുന്നത് പവർ ഓഫ് സെർച്ച് ആൻഡ് സീസർ ആണ്. ഈ പവർ ഓഫ് സെർച്ച് ആൻഡ് സീസർ എന്ന് പറയുമ്പോൾ ഈ സെർച്ച് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ സീസർ എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് സെർച്ച് എന്താണെന്നുള്ളതൊന്ന് നോക്കാം. സെർച്ച് മീൻസ് എൻ എക്സ്പ്ലോറേറ്ററി എക്സാമിനേഷൻ ഓർ പ്രോബിംഗ് ഇൻ ടു ഓർ സീക്കിംഗ് ഔട്ട് സംതിങ് വിച്ച് ഈസ് ഹിഡൻ, സീൽഡ്, സസ്പെക്റ്റഡ് ആൻഡ് നോട്ട് ഓപ്പൺ, എക്സ്പോസ്ഡ് ഓർ ഡെമോൺസ്ട്രേറ്റഡ്. അപ്പോൾ സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ എക്സാമിനേഷനാണ്. അതിനെക്കുറിച്ച് ആ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണുള്ളത് അത് എക്സാമിൻ ചെയ്യുക. അതുപോലെ തന്നെ പ്രോബിങ് ഇൻ ടു അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എൻക്വയർ ചെയ്യുക. ആൻഡ് സീക്കിംഗ് ഔട്ട് സംതിങ് വിച്ച് ഈസ് ഹിഡൻ, അത് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ സീൽ ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങൾ, ഓപ്പൺ ചെയ്യാത്തത് അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്യാത്തത്, അതായത് തുറന്ന് കാണിക്കാത്തത്, റെക്കോർഡ് ചെയ്യാത്തത്, ഡെമോൺസ്ട്രേറ്റഡ് പ്രകടമാക്കാത്ത ഏതെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എക്സാമിൻ ചെയ്യുക, എൻക്വയർ ചെയ്യുക എന്നുള്ളതാണ് സെർച്ച് എന്നുള്ള വേർഡ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി സീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടേക്കിംഗ് പൊസഷൻ ഓഫ് തിങ് ഫോഴ്സിബിളി ഓർ ടേക്കിംഗ് പൊസഷൻ അണ്ടർ ദ അതോറിറ്റി ഓഫ് ലോ, നിയമപ്രകാരമോ അല്ലെങ്കിൽ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ടോ അത് പൊസസ് ചെയ്യാനുള്ള റൈറ്റിനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്? സീസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന സെക്ഷൻ 132 പ്രകാരം സെർച്ച് ആൻഡ് സീസറിനുള്ള പവർ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊവിഷൻസ് നമുക്ക് നോക്കാം. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ അതോടൊപ്പം തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കേണ്ടതാണ്. സെർച്ച് ആൻഡ് സീസർ ക്യാൻ ബി ഓതറൈസ്ഡ് ബൈ ദ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറൽ or director general or principal director or director or the principal chief commissioner or principal commissioner or additional director or additional commissioner or joint director or joint commissioner. ഇത്രയും പേർക്കാണ് സെർച്ച് ആൻഡ് സീസർ എന്ന് പറയുന്നതിലുള്ള അധികാരങ്ങളുള്ളത്. അപ്പോൾ ആർക്കൊക്കെയാണ് അധികാരമുള്ളത് എന്നുള്ളത് സെക്ഷൻ 132 പറയുന്നതെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ആർ ദ കോസസ് ഓഫ് സെർച്ച് ആൻഡ് സീസർ. എന്തൊക്കെയാണ് ഈ സെർച്ചും സീസറിനും ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. വെർ ദ അതോറിറ്റി ഹാസ് റീസൺ ടു ബിലീവ് ദാറ്റ് എനി പേഴ്സൺ ടു ഹൂം നോട്ടീസ് അണ്ടർ സെക്ഷൻ 142 subsection 1 or summons under section 131 subsection 1 have been issued has omitted or failed to produce such books of accounts or documents as required by such notice. ഏതെങ്കിലും ബുക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാത്തതിൻ്റെ പേരിൽ നോട്ടീസോ സമ്മൻസോ, അതായത് നോട്ടീസ് ആണെങ്കിൽ അണ്ടർ സെക്ഷൻ 142 subsection 1, ഇനി സമ്മൻസ് ആണെങ്കിൽ അണ്ടർ സെക്ഷൻ 131 subsection 1 പ്രകാരം ഏതെങ്കിലും നോട്ടീസ് കൊടുക്കുന്നുണ്ടെങ്കിലാണ് ഇവിടെ സെർച്ച് ആൻഡ് സീസർ എന്ന് പറയുന്ന ആ ഒരു പവർ ഉപയോഗിക്കുന്നത്. സെക്കൻഡ് റീസൺ, എനി പേഴ്സൺ വുഡ് നോട്ട് പ്രൊഡ്യൂസ് എനി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓർ അതർ ഡോക്യുമെൻറ്റ്സ് വിച്ച് ആർ റെലവൻറ്റ് ടു പ്രൊസീഡിങ്സ് അണ്ടർ ദ ആക്ട്. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ആവശ്യമായിട്ടുള്ള ബുക്സോ ഡോക്യുമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിലും സെർച്ച് ആൻഡ് സീസർ പവർ ഇവർക്ക് ലഭിക്കുന്നതാണ്. Next one, any person in possession of any money or bullion, jewelry or other valuable articles which are not disclosed for the purpose of the act. Income tax act പ്രകാരം പ്രൊഡ്യൂസ് ചെയ്യാത്ത ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് എന്തിനോട് റിലേറ്റഡ് ആയിട്ട്, പണമായിട്ടോ മോണിറ്ററി ആയിട്ടോ അല്ലെങ്കിൽ ബുള്ളിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലംസം ആയിട്ടുള്ളത്, അതായത് ബൾക്കായിട്ടുള്ളതിനെയാണ്. അത് ഗോൾഡ് ആയിരിക്കാം അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു വാല്യുബിൾ തിങ് ആയിരിക്കാം, ജ്വല്ലറി ആയിരിക്കാം, ഏതെങ്കിലും ഒരു വാല്യുബിൾ ആർട്ടിക്കിൾസ് അവരുടെ പൊസഷനിലുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും സെർച്ച് ആൻഡ് സീസർ എന്ന് പറയുന്ന പവർ ഇവർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ദ കൺസേൺഡ് അതോറിറ്റീസ് മേ ഓർഡർ ഫോർ സെർച്ച് ആൻഡ് സീസർ. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ സെർച്ച് ആൻഡ് സീസറിനുള്ള ഒരു നോട്ടീസ് അല്ലെങ്കിൽ സമ്മൻസ് ഇവർക്ക് ഇഷ്യൂ ചെയ്യാനുള്ള പവർ ഉണ്ട് എന്നുള്ളതാണ് സെക്ഷൻ 132 പറയുന്നത്. ഇനി നേരത്തെ പറഞ്ഞുള്ള അതോറിറ്റീസ് എന്ന് പറഞ്ഞ കുറേ ലിസ്റ്റ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഓതറൈസ്ഡ് ഓഫീസേഴ്സ് എന്ന് ജനറലായിട്ട് നമുക്ക് പറയാം. അവരുടെ സീസർ ആൻഡ് സെർച്ചിലുള്ള പവേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. The authorized officers are empowered to enter and search any building, place, vessel, vehicle or aircraft where he has reason to suspect such books of accounts, documents, money, bullion, jewelry or other valuable articles or things are kept. ഏതെങ്കിലും ഒരു ഈ നേരത്തെ പറഞ്ഞ വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങൾ, എനി മണി ആയിരിക്കാം അല്ലെങ്കിൽ ബുള്ളിയൻ ആയിരിക്കാം, ഗോൾഡ് ഓർ സിൽവർ ഇൻ ബൾക്ക് ക്വാണ്ടിറ്റി, ദാറ്റ് ഈസ് മീനിങ് ദ ഓഫ് ദ ബുള്ളിയൻ. ജ്വല്ലറി ആയിരിക്കാം അല്ലെങ്കിൽ എനി അതർ വാല്യുബിൾ ആർട്ടിക്കിൾസ് അവരുടെ പൊസഷനിലുണ്ട്. അത് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ അവരത് എവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്? ഏതെങ്കിലും ബിൽഡിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിലായിരിക്കാം, വെസൽസിലായിരിക്കാം, ഏതെങ്കിലും പാത്രങ്ങളിലോ വാഹനങ്ങളിലോ എയർക്രാഫ്റ്റിലാണെങ്കിലും ഇവർക്ക് അവിടെ എൻറ്റർ ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ പോയിൻ്റായിട്ട് നമ്മൾ പറയുന്നത്.
Second point, break open the lock any door, box, locker, safe, almirah or other receptacle for exercising the powers conferred where the keys are not available. അതിൻ്റെ താക്കോല് അവരോട് ചോദിച്ചിട്ട് തന്നിട്ടില്ലെങ്കിൽ ആ ലോക്ക് ബ്രേക്ക് ചെയ്യാനുള്ള അധികാരം കൂടിയും ഈ ഓതറൈസ്ഡ് ഓഫീസേഴ്സിനുണ്ട്. അത് ഡോർ ആയിക്കോട്ടെ, ബോക്സ്, ലോക്കർ, സേഫ്, അൾമിറ ഓർ അതർ റെസപ്റ്റാക്കിൾ എന്ന് പറഞ്ഞാൽ അതൊരു വെസൽ ടൈപ്പാണ്. അതായത് ഏതെങ്കിലും ഒരു സാധനം സൂക്ഷിക്കാൻ പറ്റാവുന്ന ഒരു പാത്രത്തിന് നമുക്ക് എന്തായിട്ട് പറയാം, റെസപ്റ്റാക്കിൾ എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു പാത്രത്തിൽ അത് ലോക്ക് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്, അതിൻ്റെ കീ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാനുള്ള പവറും കൂടിയും ഈ ഓതറൈസ്ഡ് ഓഫീസേഴ്സിനുണ്ട് എന്നുള്ളതാണ് ഇവിടെ സെക്ഷൻ 132 പറയുന്നത്. Next one, search any person who has got out of or is about to get into or is in the building, place, vessel, vehicle or aircraft if the authorized person suspect that such a person has secreted about his person any such items. ഇനി ആ ബിൽഡിങ്ങിലേക്ക് അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സസ്പെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സണെ ഓതറൈസ്ഡ് ഓഫീസറെ കണ്ടു കഴിഞ്ഞാൽ അവരെയും സെർച്ച് ചെയ്യാനുള്ള അധികാരം ഈ എല്ലാ ഓതറൈസ്ഡ് ഓഫീസേഴ്സിനും ഉണ്ട് എന്നുള്ളതാണ് തേർഡ് സെക്ഷനായിട്ട് പറയുന്നത്. Next one, it require any person who is found to be in possession or control of any books of accounts or other documents maintained electronically to help the authorities in respect of such records. ഇലക്ട്രോണിക്കലായിട്ട് ഏതെങ്കിലും ബുക്സ് ആൻഡ് റെക്കോർഡ്സ് ഉണ്ട് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതും പ്രോസസ്സ് ചെയ്യാനും അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാനുള്ള അധികാരവും ഈ ഓതറൈസ്ഡ് ഓഫീസേഴ്സിന് ഉണ്ട്. Seizure any such items found as a result of such search when it is not possible or practicable to take physical possession of the articles or things. ഇനി ഫിസിക്കലായിട്ട് അത് നമുക്ക് എടുത്തു കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പ്രോസസ്സ് ചെയ്യാനുള്ള അധികാരം സീസർ പ്രകാരം ഈ ഓതറൈസ്ഡ് ഓഫീസേഴ്സിന് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നത്. The officer may serve an order on the owner that he shall not remove such goods except with the previous permission of such officer. അതായത് നമുക്ക് പ്രോസസ്സ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ ഓതറൈസ്ഡ് ഓഫീസേഴ്സിന് എന്ത് ചെയ്യാം, ഒരു ഓർഡർ ഇറക്കാം. ഇവരുടെ പെർമിഷൻ ഇല്ലാതെ ഓണർക്ക് അത് മൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ഉപയോഗിക്കാനോ അധികാരമില്ല എന്ന് പറഞ്ഞ് റിമൂവ് ചെയ്യാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞ് ഒരു ഓർഡർ ഇറക്കാനുള്ള ഒരു പവറും കൂടിയും നമ്മുടെ ഓതറൈസ്ഡ് ഓഫീസേഴ്സിന് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. Place marks of identification on any books of accounts or other documents or make extracts or copies therefrom. ഇനി നമ്മൾ ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഇടാനോ അല്ലെങ്കിൽ ഈ ഡോക്യുമെൻറ്റ്സിലോ അല്ലെങ്കിൽ അതിൻ്റെ കോപ്പീസിലോ ചെയ്യാനുള്ള ഒരു അധികാരം കൂടിയും ഇവിടെ ഓതറൈസ്ഡ് ഓഫീസേഴ്സിനുണ്ട്. Make a note or inventory of any such money, bullion, jewelry or other valuable things. അതുപോലെ തന്നെ ഈ കണ്ടെടുത്തിട്ടുള്ള പ്രോസസ്സ് ചെയ്തിട്ടുള്ള മണി ആയാലും ബുള്ളിയൻ ആയാലും ജ്വല്ലറി ആയാലും അതിൽ സ്പെഷ്യലായിട്ടുള്ള ഒരു നോട്ട് അല്ലെങ്കിൽ ആ ഇൻവെൻട്രിമേ എന്തെങ്കിലും ഒരു മാർക്ക് ഇടാനുള്ള അധികാരം കൂടിയും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ മാത്രമല്ല ആ എടുത്തിരിക്കുന്ന വാല്യുബിൾ പ്രോപ്പർട്ടീസ് ആർട്ടിക്കിൾസിൽ കൂടി നമുക്ക് നോട്ട് ഇടാനുള്ള അധികാരം ഓതറൈസ്ഡ് അതോറിറ്റീസിനുണ്ട് എന്നുള്ളതാണ്. റിക്വിസിഷൻ ദ സർവീസസ് ഓഫ് എനി പ്ലേസ് or any police officer or any officer of the central government or both to assist him. അതുപോലെ തന്നെ ഇതിന് റിലേറ്റഡ് ആയിട്ട് ഏതെങ്കിലും ഒരു പോലീസ് ഓഫീസറുടെ സഹായമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് പറയുന്ന ഓഫീസേഴ്സിൻ്റെ അധികാരം അസിസ്റ്റൻസ് ആയിട്ട് കീപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ചില സമയത്ത് നമ്മൾ റെയ്ഡിന് പോകുമ്പോൾ, അതായത് ഈ ഓതറൈസ്ഡ് ഓഫീസേഴ്സ് റെയ്ഡിന് പോകുമ്പോൾ ഒരു സപ്പോർട്ടിങ് സബോർഡിനേറ്റ്സിനെയും കൂടിയും അവർക്ക് എസ്കോർട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതിനുവേണ്ടി പോലീസ് ഓഫീസേഴ്സിനെയോ അതിൽപോലെ ഉള്ള സെക്യൂർഡ് ആയിട്ടുള്ള ഓഫീസേഴ്സിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. Take steps for the compliance of the order served on the owner or possessor in respect of the order of restraint served to him. അതുപോലെ തന്നെ ഈ പറയുന്ന ഓർഡർ പാലിക്കാൻ വേണ്ടിയിട്ട്, അത് സെർവ് ചെയ്യാൻ വേണ്ടി, അതിൻ്റെ കംപ്ലയിൻസിന് വേണ്ടി ഓണറുടെയോ അല്ലെങ്കിൽ പൊസസറുടെയോ ഒരു എഗ്രിമെൻറ്റ്, അതായത് അവരുടെ ഒരു ഹെൽപ്പും കൂടി അവർക്ക് ചോദിച്ച് എടുക്കാവുന്നതാണ്. ഓണേഴ്സ് ആയാലും പൊസസർ ആയാലും ഇൻകം ടാക്സ് ഓഫീസറുടെ ആ ഓർഡർ പാലിക്കത്തക്ക വിധത്തിലുള്ള പവർ ഉപയോഗിക്കാനായിട്ട് അവർക്ക് ഓതറൈസ്ഡ് ഓഫീസേഴ്സിന് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്.
examine on oath any person found in possession or control of any of the items aforesaid and to utilize such statements as evidence in any proceedings under the act. ഇവർ പൊസസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ കണ്ടെടുക്കുന്ന സമയത്ത് ഒരു ഓത്ത് എന്ന് വെച്ചാൽ എന്താ, അവർ സത്യം ചെയ്യുക അല്ലെങ്കിൽ പ്രോമിസ് ചെയ്യുക, അത് അവർക്കൊരു എവിഡൻസ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് എവിടെ വേണമെങ്കിലും ഈ ഓതറൈസ്ഡ് ഓഫീസേഴ്സിന് പ്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഓതറൈസ്ഡ് ഓഫീസേഴ്സിൻ്റെ പവർ എന്ന് പറയുന്നത്. ഈ സെർച്ച് ആൻഡ് സീസർ ബേസ്ഡ് സെക്ഷൻ 132 പ്രകാരമുള്ളത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ എടുക്കാവുന്ന പവേഴ്സ് എന്ന് പറയുന്നത്. ഇനി തേർഡ് പോയിന്റ്, പവർ ഓഫ് റിക്വിസിഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആസ് പെർ സെക്ഷൻ 132A. നമ്മൾ നേരത്തെ പറഞ്ഞു സെർച്ച് ആൻഡ് സീസറിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രോസസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും എക്സാമിൻ ചെയ്യാനുള്ള അധികാരം ഉണ്ടെന്ന് പറയുന്നു. ഇവിടെ റിക്വിസിഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് സെക്ഷൻ 132A പ്രകാരം പറയുന്നത്. That is, as per section 132A, if the income tax authorities have reason to believe that the books of accounts or other documents or the assets have been taken into the custody by any officer or authority under any other law like sales tax commissioner, collector of customs, then the income tax authorities may authorize any additional director, additional commissioner, joint director, joint commissioner, assistant director, deputy director, assistant commissioner, deputy commissioner or income tax officer to require the concerned authority to deliver such books of accounts, other documents or assets to the requisitioning officer. ഇപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ സെർട്ടൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് സെയിൽസ് ടാക്സ് കമ്മീഷണറോ അല്ലെങ്കിൽ കളക്ടർ ഓഫ് കസ്റ്റംസോ കൈവശം വെച്ചിരിക്കുകയാണെങ്കിൽ ഇൻകം ടാക്സ് അതോറിറ്റീസിന്, നേരത്തെ പറഞ്ഞിട്ടുള്ള ഓതറൈസ്ഡ് ഓഫീസേഴ്സിന് എന്ത് അധികാരമുണ്ട്, ആ സെയിൽസ് ടാക്സ് കമ്മീഷണറുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ കസ്റ്റംസ് ഓഫീസറുടെ കയ്യിൽ നിന്നോ അത് ഡെലിവർ വാങ്ങിക്കാനുള്ള അധികാരം ആർക്കുണ്ട് എന്നുള്ളതാണ് സെക്ഷൻ 132A പ്രകാരം പറയുന്നത്. ഓതറൈസ്ഡ് ഓഫീസേഴ്സിന് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഫോർത്ത് വൺ, ദാറ്റ് ഈസ് സെക്ഷൻ 133. 133 പറയുന്നത് പവർ ടു കോൾ ഫോർ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് അവരെ കോൾ ചെയ്യാനുള്ള ഒരു പവറും കൂടിയും ഈ ഓതറൈസ്ഡ് ഓഫീസേഴ്സിന് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സോ ദ അസസിംഗ് ഓഫീസർ, ദ ജോയിൻറ്റ് കമ്മീഷണർ ഓർ ദ കമ്മീഷണർ ഓഫ് അപ്പീൽസ്, ഇവർക്ക് 3 ഓഫീസേഴ്സിനാണ് ഈ പവർ ടു കോൾ ഫോർ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ആർക്കൊക്കെയാണ്? അസസിംഗ് ഓഫീസേഴ്സിന്, ജോയിൻറ്റ് കമ്മീഷണർക്ക്, അതുപോലെ തന്നെ കമ്മീഷണർ ഓഫ് അപ്പീൽസിന്. ഈ ഓതറൈസ്ഡ് ഓഫീസേഴ്സിനാണ് കോൾ ചെയ്യാനുള്ള അധികാരം ആസ് പെർ സെക്ഷൻ 133 എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? റിക്വയർ എനി ഫേം ടു ഫർണിഷ് ഹിം വിത്ത് എ റിട്ടേൺ ഓഫ് ദ നെയിംസ് ആൻഡ് അഡ്രസ് ഓഫ് ദ പാർട്ട്നേഴ്സ് ഓഫ് ദ ഫേം ആൻഡ് ദ റെസ്പെക്റ്റീവ് ഷെയർസ്. അതായത് അവരുടെ പേര്, അഡ്രസ്സ്, അത് ആരുടെയൊക്കെയാണ്? ഒരു ഫേം ആണെങ്കിൽ ആ ഫേമിലുള്ള പാർട്ട്നേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ അവരുടെ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷന് വേണ്ടിയിട്ടാണ് അവരെ വിളിക്കാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് വൺ, റിക്വയർ എനി ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ടു ഫർണിഷ് ഹിം വിത്ത് ദ നെയിംസ് ആൻഡ് അഡ്രസ് ഓഫ് ദി മാനേജർ ആൻഡ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി. അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മൾ പറഞ്ഞത് എന്താണ്? ഫേമിൻ്റെ പാർട്ട്നേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം. രണ്ടാമത്തെ കേസിൽ പറയുന്നത് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആണെങ്കിൽ അതിൻ്റെ മാനേജർ, അതോടൊപ്പം തന്നെ അതിലെ ഫാമിലി മെമ്പേഴ്സിൻ്റെ പേര്, അഡ്രസ്സ്, ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ വിളിക്കാവുന്നതാണ്. Third one, require a trustee, agent or guardian to furnish him with a return of the names of the persons for or of whom he is trustee, agent or guardian and their addresses. അപ്പോൾ ഒരു ട്രസ്റ്റി ആണെങ്കിൽ അതിൻ്റെ ഒരു ഏജൻറ്റോ അല്ലെങ്കിൽ ഗാർഡിയനെ ആയിരിക്കും വിളിക്കുന്നുണ്ടായിരിക്കുക. അവരിൽ നിന്ന് കളക്ട് ചെയ്യുന്നത് ആ ട്രസ്റ്റി അല്ലെങ്കിൽ ഏജൻറ്റ്, ഗാർഡിയൻ ആരാണ്, അവരുടെ പേര്, അഡ്രസ്സ്, ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെക്ഷൻ 133 പ്രകാരം അവരെ വിളിക്കുന്നത്. Next one, require any SSC to furnish a statement of the names and address of all persons to whom he has paid rent, interest, commission, royalty or brokerage or any annuity together with the particulars of all such payments made in any previous year. Previous year പേയ്മെൻ്റ് ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് റെൻറ്റ്, ഇൻട്രസ്റ്റ്, കമ്മീഷൻ, റോയൽറ്റി, ബ്രോക്കറേജ് അല്ലെങ്കിൽ എനി ആനുവിറ്റി ആണ് കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവരുടെ പേര്, അഡ്രസ്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ വിളിക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ, റിക്വയർ എനി ഡീലർ, ബ്രോക്കർ or agent or any person concerned in the management of stock
or any commodity exchange to furnish a statement of the names and address of all persons to whom he or the exchange has paid any sum in connection with the transfer of assets or on whose behalf or from whom he or the exchange has received any sum together with the particulars of all such payments or receipts. ഇനി ഒരു ഡീലിംഗ് നടന്നിട്ടുണ്ട്, അതിൽ ഒരു ഡീലർ, ബ്രോക്കർ, ഏജൻറ്റ് അല്ലെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് പേഴ്സൺസ് ഉണ്ടോ അതിൽ ഒരു കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഫർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പേര്, അവരുടെ പേര്, അഡ്രസ്സ്, അതിൽ ആരൊക്കെയാണ്, എത്ര രൂപയ്ക്കാണ് അത് എക്സ്ചേഞ്ച് ചെയ്തിട്ടുള്ളത്, ആ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ വേണ്ടി ആ കോൺട്രാക്റ്റിൽ വന്നിട്ടുള്ള എല്ലാ ആൾക്കാരെയും വിളിക്കാനുള്ള അധികാരം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് സെക്ഷൻ 133 പറയുന്നത്. Require any person including a banking company or any officer of the banking company to furnish information in relation to such points or matters or to furnish statement of accounts and affairs as will be useful for or relevant to any inquiry or proceedings under the Act. ഇവിടെ പറയുന്നത് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്കിങ് കമ്പനി ആയിരിക്കാം അല്ലെങ്കിൽ എനി അതർ ബാങ്കിങ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സോ അല്ലെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആയിരിക്കാം. ഏതെങ്കിലും ഒരു നോട്ടഡ് പോയിൻറ്റ്സ് ഉണ്ട്, അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടും ഒരു എൻക്വയറി നടത്താൻ വേണ്ടിയിട്ട് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അതിലുള്ള മാനേജേഴ്സിനെ അല്ലെങ്കിൽ ഓതറൈസ്ഡ് പേഴ്സണെ നമുക്ക് വിളിക്കാമെന്നുള്ളതാണ് സെക്ഷൻ 133 പറയുന്നത്. അപ്പോൾ ഇവിടെ പവർ ടു കോൾ ഫോർ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഡിസ്കഷനിൽ ഓരോ കാറ്റഗറി വൈസ് ആയിട്ട് പറയുന്നുണ്ട്. ആദ്യം പറഞ്ഞത് ഫേം ആണ്, പിന്നെ പറഞ്ഞിട്ടുള്ളത് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയാണ്, പിന്നെ പറഞ്ഞിട്ടുള്ളത് ട്രസ്റ്റി, ഏജൻറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ളതാണ്, പിന്നെ പറഞ്ഞിട്ടുള്ളത് റിക്വയർ എനി ഫേം, എനി SSC എന്ന് പറയുന്നത് അവർ റെൻറ്റ്, ഇൻട്രസ്റ്റ്, കമ്മീഷൻ, റോയൽറ്റി അല്ലെങ്കിൽ ബ്രോക്കറേജ് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ആന്യൂറ്റി സമ്മ് റിസീവ് ചെയ്യുകയോ പേ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഡീലർ, ബ്രോക്കറേജ്, ഏജൻറ്റ്, അത് അങ്ങനെ ഒരു കാറ്റഗറിയാണ്. ലാസ്റ്റ് വൺ പറഞ്ഞിട്ടുള്ളത് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇനി നെക്സ്റ്റ് സെക്ഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സെക്ഷൻ 133A ആണ്. ദാറ്റ് ഈസ് ദ പവർ ഓഫ് സർവേ. സർവേ നടത്താനുള്ള ഒരു പവറിനെ കുറിച്ചിട്ടാണ് സെക്ഷൻ 133A പറയുന്നത്. ഇവിടെ സർവേ നടത്തുന്നതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ഗ്യാദർ useful information for assessment, to verify whether an SSC keeps regular books of accounts, to verify that the books maintained reflect the true statement of affairs, to verify independently or by a surprise check the correctness of the information submitted by the SSC, to verify that the proof of expense are not destroyed or manipulated. റെക്കോർഡുകൾ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ആണ് സർവേ നടത്താനായിട്ട് പറ്റുന്നത്. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ആ കിട്ടിയിരിക്കുന്ന ഇൻഫോർമേഷൻസിൻ്റെ ഒരു എൻക്വയറിക്ക് വേണ്ടിയിട്ട്, സപ്പോർട്ടിങ് എൻക്വയറിക്ക് വേണ്ടിയിട്ട് സർപ്രൈസ് വിസിറ്റ് നടത്തുകയോ അല്ലെങ്കിൽ അവരുടെ പ്ലേസിൽ പോയിട്ട് റെയ്ഡ് നടത്തുകയോ എൻക്വയറി നടത്തുകയോ എക്സാമിൻ ചെയ്യുകയോ ഇവിടെ ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. അത് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ റെഗുലർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വെരിഫൈ ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ പറയുന്ന കാര്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ളത് കറക്റ്റാണോ എന്ന് വെരിഫൈ ചെയ്യാനുള്ളതായിരിക്കാം. അതിൽ പറയുന്ന ഫിസിക്കൽ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വെരിഫൈ ചെയ്യാനായിരിക്കാം. അതുപോലെ തന്നെ പ്രൂഫ് ഓഫ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ടോ, മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടും ഇവർക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. ഇതിന് പുറമേ 2 ഒബ്ജക്റ്റീവും കൂടിയുണ്ട്, അത് ഞാൻ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്നും കൂടിയും പറയാം. ടു വെരിഫൈ ദാറ്റ് ദ ടാക്സ് ഹാസ് ബീൻ ഡിഡക്റ്റഡ് ആൻഡ് കളക്റ്റഡ് അറ്റ് സോഴ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട്. നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം പറയുന്ന TDS കളക്ട് ചെയ്തിട്ടുണ്ടോ, അത് ആക്ച്വലായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ടൈം ലിമിറ്റിനുള്ളിൽ അത് അടച്ചിട്ടുണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്യാനും, അതുപോലെ തന്നെ ടു ഡിസ്കവർ ന്യൂ SSCs, പുതിയ SSCs ഉണ്ടോ എന്ന് പറയുന്ന ഇൻകം ടാക്സ് റൂളിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സർവേ നടത്താനുള്ള അധികാരമുണ്ട് എന്നുള്ളതാണ് സെക്ഷൻ 133A പ്രകാരം ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നത്. ക്ലിയർ ആയില്ലേ? An income tax authority may enter any place within his jurisdiction for the purpose of the survey. സർവേ നടത്താൻ വേണ്ടിയിട്ട് അവരുടെ അധികാര പരിധിയിൽ വരുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ആ ഓഫീസേഴ്സിന് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ.
The income tax authority who is surveying may place identification marks on the books of accounts or other documents inspected by him and take extracts or copies therefrom or retain in his custody the books of accounts or other documents inspected by him. സർവേ നടത്തുന്ന സമയത്ത് ഏതൊക്കെ റെക്കോർഡ്സ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ വാല്യുബിൾസ് ആണ് അവർ വെരിഫൈ ചെയ്തിട്ടുള്ളത് അതിന് ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് കൊടുക്കുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ എക്സ്ട്രാക്ട്സോ കോപ്പീസോ എടുക്കാം. അതും അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അവരുടെ സേഫ് കസ്റ്റഡിയിൽ വെക്കാവുന്നതുമാണ്. He can also make an inventory of any cash, stock or other valuable article checked or verified by him. ക്യാഷ് അതുപോലെ തന്നെ അവിടെയുള്ള സ്റ്റോക്കുകൾ അല്ലെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള വാല്യുബിൾ ഇൻവെൻട്രീസ് ഫിസിക്കലായിട്ട് വെരിഫൈ ചെയ്യാനും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കണക്കിലെടുക്കാനുമുള്ള അധികാരം കൂടിയും ഇവിടെ ഓതറൈസ്ഡ് ഓഫീസേഴ്സിനുണ്ട് എന്നുള്ളതാണ് സെക്ഷൻ 133A പറയുന്നത്. 6th പോയിന്റ് 133B ആണ് കളക്ഷൻ ഓഫ് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നതിൻ്റെ പ്രൊവിഷൻസ് ആണ് സെക്ഷൻ 133B പറയുന്നത്. ആൻഡ് ഇൻകം ടാക്സ് അതോറിറ്റി may, for the purpose of collection of any information, enter into any building or place during the working hours within the limits of his jurisdiction and also require any person who may be attending in any manner to or helping in the carrying of such business or profession to furnish such information as may be prescribed in form number 45D. അപ്പോൾ ഫോം നമ്പർ 45D എന്ന് പറയുന്നത് SSCs സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അത് ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് സബ്മിറ്റ് ചെയ്യുന്ന ഫോമിനെയാണ് ഫോം നമ്പർ 45D എന്ന് പറയുന്നത്. അത് സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് അത് റിട്ടേൺ ആയിട്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻകം ടാക്സ് അതോറിറ്റിക്ക് എന്തിനുള്ള പവറാണുള്ളത്? ഫോർ ദ പർപ്പസ് ഓഫ് കളക്ഷൻ ഓഫ് എനി ഇൻഫോർമേഷൻ, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനും അതുപോലെ തന്നെ അവർ പറയുന്ന ആ ജൂറിസ്ഡിക്ഷൻ്റെ പരിധിയിൽ വരുന്ന ഏരിയാസിൽ അവർക്ക് എൻറ്റർ ചെയ്യാനും, അതെങ്ങനെയുള്ള സമയത്ത് വർക്കിംഗ് അവേഴ്സിൽ എൻറ്റർ ചെയ്യാനും അവരിൽ നിന്ന് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസിൽ നിന്ന് ആവശ്യമുള്ള മാറ്റേഴ്സ് കളക്ട് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നുള്ളതാണ് സെക്ഷൻ 133B പ്രകാരം ഇവിടെ പറയുന്നത്. An income tax authority is also empowered to issue a notice to such a person requiring him to furnish information or documents on or before a specified date for the purpose of verification of information in its possession. ഇനി ഇൻഫോർമേഷൻസ് ആ സമയത്ത് തന്നിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ലഭിച്ചിട്ടില്ലെങ്കിൽ നോട്ടീസ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം കൂടിയും ഇൻകം ടാക്സ് അതോറിറ്റിക്ക് ഉണ്ട്. അപ്പോൾ ആ പേഴ്സൺസിന് റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസിന് നോട്ടീസ് കൊടുക്കുമ്പോൾ എന്താണ് അതിൽ പ്രത്യേകമായിട്ട് പറയുന്നത്? ഇൻഫോർമേഷൻസ് ഫർണിഷ് ചെയ്യാനോ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ഫർണിഷ് ചെയ്യാനോ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഡേറ്റ് കൂടി കൊടുത്തുകൊണ്ട് അതിനുള്ളിൽ ആ ഇൻഫോർമേഷൻ കൊടുക്കാനും അതുപോലെ തന്നെ ആ ഇൻഫോർമേഷൻസ് പ്രോസസ്സ് ചെയ്യാനുള്ള അധികാരം കൂടിയും സെക്ഷൻ 133B പ്രകാരം ഈ ഓതറൈസ്ഡ് ഓഫീസേഴ്സിന് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ലാസ്റ്റ് പോയിന്റ് സെക്ഷൻ 134 ആണ്. ദാറ്റ് ഈസ് ദ പവർ ടു ഇൻസ്പെക്ട് രജിസ്റ്റേഴ്സ് ഓഫ് കമ്പനീസ്. കമ്പനിയുടെ രജിസ്റ്റേഴ്സ് ഇൻസ്പെക്ട് ചെയ്യാനുള്ള പവറും കൂടിയും നമ്മളുടെ ഇൻകം ടാക്സ് അതോറിറ്റീസിന് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എൻ അസസിംഗ് ഓഫീസർ, ദ ജോയിൻറ്റ് കമ്മീഷണർ, ദ കമ്മീഷണർ അപ്പീൽസ് ഓർ എനി പേഴ്സൺ സബോർഡിനേറ്റ് ടു എനി അതോറിറ്റി മെൻഷൻഡ് എബവ്. അപ്പോൾ ആർക്കൊക്കെയാണ് ഈ സെക്ഷൻ 134 എന്ന് പറയുന്ന അധികാരങ്ങളുള്ളത്? ഏതെങ്കിലും ഒരു അസസിംഗ് ഓഫീസർക്കായിരിക്കാം, അതും അല്ലെങ്കിൽ ജോയിൻറ്റ് കമ്മീഷണർ, ദ കമ്മീഷണർ ഓഫ് അപ്പീൽസ്, അല്ലെങ്കിൽ ഇവരുടെ ഏതെങ്കിലും ഒരു ഓതറൈസ്ഡ് ആയിട്ട് സബോർഡിനേറ്റ്സിനും സെക്ഷൻ 134 എന്ന് പറയുന്നതിലുള്ള എംപവർമെൻ്റ് ഉണ്ട് എന്നുള്ളതാണ്. എന്തിനുള്ള എംപവർമെൻ്റ് ആണ്? ഹു ഹാസ് ബീൻ ഓതറൈസ്ഡ് ഇൻ റൈറ്റിംഗ് ഇൻ ദിസ് ബിഹാഫ് മേ ഇൻസ്പെക്ട് ആൻഡ് ഇഫ് നെസസറി ടേക്ക് കോപ്പീസ് ഓഫ് എനി രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഓർ മോർഗേജീസ് ഓഫ് എനി കമ്പനി ഓർ ഇഫ് ഓഫ് എനി എൻട്രി ഇൻ ദ രജിസ്റ്റർ. ഈ ഓതറൈസ്ഡ് പേഴ്സൺ ആണ്, സബോർഡിനേറ്റ് ആണ് ഇതിൽ എൻട്രി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു റിട്ടൺ ഓതറൈസ്ഡ് ലെറ്റർ ഉണ്ടായിരിക്കണം. അവർക്ക് മാത്രമേ ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എന്തൊക്കെയാണ് ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? മെമ്പേഴ്സിൻ്റെ രജിസ്റ്റർ ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ലിസ്റ്റ് ഓഫ് ദ ഡിബഞ്ചർ ഹോൾഡേഴ്സ്, ലിസ്റ്റ് ഓഫ് ദ മോർഗേജീസ്. ആരെയാണ് ഈ മോർഗേജീസ് എന്ന് പറയുന്നത്? കടമായിട്ട് പണം നൽകുന്ന വ്യക്തികളെയാണ് മോർഗേജീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ഈ കമ്പനിയിൽ കടം കൊടുത്തിട്ടുള്ളത് അവരുടെയൊക്കെ ലിസ്റ്റ് നമുക്ക് വെരിഫൈ ചെയ്യാനായിട്ട്
അധികാരം ആർക്കുണ്ട്? ഓതറൈസ്ഡ് ഓഫീസേഴ്സിന്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു അസസിങ് ഓഫീസർ എന്ന് പറയുന്നത് ആൾക്കും ജോയിൻറ്റ് കമ്മീഷണർ, കമ്മീഷണർ ഓഫ് അപ്പീൽസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓതറൈസ്ഡ് റിട്ടൺ അതോറിറ്റി ഉള്ള ഒരു സബോർഡിനേറ്റിനും ഇൻസ്പെക്ട് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നുള്ളതാണ് സെക്ഷൻ 134 പറയുന്നത്. അപ്പോൾ ഒരു കമ്പനിയുടെ ഏത് ഡോക്യുമെൻറ്റ്സ് ആയിക്കോട്ടെ അതിൽ റെക്കോർഡ്സ് വെരിഫൈ ചെയ്യാനുള്ള അധികാരം സെക്ഷൻ 134 പ്രകാരം നേരത്തെ പറഞ്ഞിട്ടുള്ള അതോറിറ്റീസിനുണ്ട്. അവിടെ ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഏതൊക്കെ രജിസ്റ്ററുകളാണ് അവിടെ വെരിഫൈ ചെയ്യുന്നത്? ഷെയർ ഹോൾഡേഴ്സ്, ഡിബഞ്ചർ ഹോൾഡേഴ്സ്, മോർഗേജീസ്, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള റെക്കോർഡ്സുകളിലൊക്കെ ഇൻസ്പെക്ട് ചെയ്യാനും അതിൽ സ്പെസിഫിക് ആയിട്ട് ഒരു മാർക്ക് നോട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അപ്പോൾ 7 പോയിന്റ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ജനറൽ പവേഴ്സ് ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റീസ് എന്ന് പറയുന്നത്. ഇത്രയും പോയിന്റ് എല്ലാ സ്റ്റുഡൻസും നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ടതാണ്. ഇനി ഈ ചാപ്റ്ററിൽ നമുക്കൊരു 2-3 ടോപ്പിക്കും കൂടി എടുത്തു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നമ്മുടെ അവസാനിച്ചു. അതും കൂടി ഇന്ന് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷമുള്ള ഈ പറഞ്ഞ പോയിന്റിന് ശേഷമുള്ള ടോപ്പിക്ക് നമ്മൾ കഴിഞ്ഞ സെഷനിൽ എടുത്തതാണ്. അപ്പുറത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് ആർ ദ പവേഴ്സ് ഓഫ് പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറൽ, പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ ആൻഡ് കമ്മീഷണർ. ഈ ഓതറൈസ്ഡ് ഓഫീസേഴ്സിന് ഒക്കെയുള്ള ഒരു പവറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പവേഴ്സാണ് ഇവിടെയുള്ളത്. അത് നമുക്ക് സെക്ഷൻ വൈസ് ആയിട്ട് നമുക്ക് നോക്കാം. സെക്ഷൻ 119 സബ്സെക്ഷൻ 1 പ്രകാരം ഇവിടെ പറയുന്നത് they can issue orders that the powers and functions assigned to the assessing officer in respect of any specified area or persons or class of persons or income or class of incomes shall be exercised by an additional director or an additional commissioner or joint commissioner or a joint director. നേരത്തെ പറഞ്ഞിട്ടുള്ള ക്ലാസ്സസ് എന്ന് പറയുന്നവർക്ക് ഇഷ്യൂ ചെയ്യാൻ ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യാനുള്ള പവർ, അതുപോലെ തന്നെ ഫങ്ഷൻസ് അസൈൻ ചെയ്ത് കൊടുക്കാനുള്ള ഒരു അധികാരമാണ് ഫസ്റ്റ് സെക്ഷൻ 119 സബ്സെക്ഷൻ 1 പ്രകാരം പറയുന്നത്. അതിൽ പറയുന്ന ക്ലാസ്സസ് എന്ന് പറയുന്നത് പേഴ്സൺസ് ആയിരിക്കാം, ക്ലാസ്സസ് ഓഫ് പേഴ്സൺസ് ആയിരിക്കാം, ഇൻകംസ് ആയിരിക്കാം, ക്ലാസ്സസ് ഓഫ് ഇൻകംസ് ആയിരിക്കാം. ഓക്കെ, സെക്കൻഡ് 1 ആയിട്ട് പറയുന്നത് സെക്ഷൻ 127 ആണ്. ഇവിടെ പറയുന്നത് ദേ മേ ട്രാൻസ്ഫർ എനി കേസ് ഫ്രം 1 or more assessing officers subordinates to him to any other assessing officer or officer subordinate to him. അവർക്ക് അവരുടെ അണ്ടറിൽ വരുന്ന, അതായത് ജൂറിസ്ഡിക്ഷനിൽ വരുന്ന ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ കേസസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു അസസിങ് ഓഫീസർക്ക് വേറൊരു അസസിങ് ഓഫീസർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനുള്ള അധികാരമുണ്ട് എന്നുള്ളതാണ് സെക്ഷൻ 127 പറയുന്നത്. നെക്സ്റ്റ് വൺ സെക്ഷൻ 132 ആണ്. ദേ ക്യാൻ ടേക്ക് സ്റ്റെപ്പ് ഫോർ സെർച്ച് ആൻഡ് സീസർ. ആൻഡ് സെക്ഷൻ 132A എന്ന് പറയുന്നത് ദേ ക്യാൻ മേക്ക് റിക്വിസിഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓർ എനി പ്രോപ്പർട്ടി വിച്ച് ഈസ് ഇൻ ദ പൊസഷൻ ഓർ കസ്റ്റഡി ഓഫ് എനി ഓഫീസർ ഓർ അതോറിറ്റി അണ്ടർ എനി അതർ ലോ. ഇതൊക്കെ നമ്മൾ നേരത്തെ ജനറൽ കാറ്റഗറിയിൽ ഡിസ്കസ് ചെയ്താണ്. സെക്ഷൻ 132A പ്രകാരം റിക്വിസിഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓർ എനി പ്രോപ്പർട്ടിക്കുള്ള അധികാരം കൂടിയും ഇവിടെ ഓതറൈസ്ഡ് ഓഫീസേഴ്സിനുണ്ട്. According to section 135, they can make any enquiry under the act. Income tax act പ്രകാരം എൻക്വയറി നടത്താനുള്ള പവർ ഉണ്ട്. Section 151 subsection 1, they can sanction issue of a notice for reassessment under section 148 after the expiry of 4 years from the end of the relevant assessment year. Section 148 പ്രകാരം റീഅസസ്മെൻറ്റ് നടത്താനുള്ള ഒരു പവറും കൂടിയും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടീസ് ഇഷ്യൂ ചെയ്യാനുള്ള പവറും കൂടിയും ഈ ഓതറൈസ്ഡ് ഓഫീസേഴ്സിന് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ദേ ക്യാൻ ഡിസൈഡ് ഓൺ ദ പീരീഡ് ടു ബി എക്സ്ക്ലൂഡഡ് ഫോർ കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ കേസ് ഓഫ് ഡിലേ ഇൻ ദ ഇൻട്രസ്റ്റ് പേയബിൾ ബൈ ദ ഗവൺമെൻറ് ഇൻ കണക്ഷൻ വിത്ത് റീഫണ്ട്. റീഫണ്ടിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കൊടുക്കാൻ ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഏതൊക്കെ കാൽക്കുലേഷൻസ് ആണ് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ളൊരു അധികാരം കൂടിയും നേരത്തെ പറഞ്ഞിട്ടുള്ള ഓതറൈസ്ഡ് ഓഫീസേഴ്സിന് സെക്ഷൻ 134 പ്രകാരമുണ്ട്. Next one, the commissioner may reduce or waive the penalty imposed on a person for concealment of income. Concealment of income categoryയിൽ പെനാൽറ്റി ഇമ്പോസ് ചെയ്തിട്ടുള്ളത് റെഡ്യൂസ് ചെയ്യാൻ വെയ്വ് ചെയ്യാനുള്ള അധികാരം സെക്ഷൻ 273A പ്രകാരം ഈ ഓതറൈസ്ഡ് ഓഫീസേഴ്സിനുണ്ട്. They are empowered to appoint income tax authorities below the rank of an assistant commissioner or deputy commissioner if authorized by the central government. Central government authorize ചെയ്യുകയാണെങ്കിൽ ഇൻകം ടാക്സ് അതോറിറ്റീസിന് അവരുടെ താഴെയുള്ള, അതായത് അസിസ്റ്റൻറ്റ് കമ്മീഷണർ, ഡെപ്യൂട്ടി കമ്മീഷണറുടെ താഴെയുള്ള റാങ്കിലേക്ക്
ഏതെങ്കിലും അതോറിറ്റീസിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള ഒരു പവറും കൂടിയുണ്ട് അക്കോർഡിംഗ് ടു സെക്ഷൻ 117 സബ്സെക്ഷൻ 2. ഓക്കെ, ലാസ്റ്റ് വൺ Section 117 subsection 3 pragaram, if authorized by the Central Board of Direct Taxes, they are empowered to appoint any executive or ministerial staff as may be necessary to assist them in the discharge of their functions. അവരുടെ ഫങ്ഷൻസ് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും എക്സിക്യൂട്ടീവ്സിനെയോ അല്ലെങ്കിൽ മിനിസ്റ്റീരിയൽ സ്റ്റാഫിനെയോ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള ഒരു പവറും കൂടിയും നേരത്തെ പറഞ്ഞ ഓതറൈസ്ഡ് ഓഫീസേഴ്സിന് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഞാൻ ഒരു 10 സെക്ഷനായിട്ടാണ് ഇവിടെ പവേഴ്സ് ഓഫ് ദ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറൽ അല്ലെങ്കിൽ ഡയറക്ടർ ജനറൽ, പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ ആൻഡ് ദ കമ്മീഷണർ ഞാൻ ഡിസ്കസ് ചെയ്തത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ എല്ലാ സ്റ്റുഡൻസും പഠിക്കേണ്ടതാണ്. നെക്സ്റ്റ് ടോപ്പിക്ക് പവേഴ്സ് ഓഫ് ദ ജോയിൻറ്റ് കമ്മീഷണർ, അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓർ ഡെപ്യൂട്ടി ഡയറക്ടർ ആൻഡ് ദ അസസിംഗ് ഓഫീസർ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ചില സെക്ഷൻസ് വെച്ചുകൊണ്ടാണ് ഇവിടെ പവേഴ്സ് ഓഫ് ദ ജോയിൻറ്റ് കമ്മീഷണർ, അസിസ്റ്റൻറ്റ് ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ ആൻഡ് അസസിംഗ് ഓഫീസർ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ടത് സെക്ഷൻ 133 ആണ്. ദേ ഹാവ് ദ പവർ ടു കോൾ ഫോർ എനി ഇൻഫോർമേഷൻ അണ്ടർ സെക്ഷൻ 133. 133 സെക്ഷൻ പ്രകാരം ഇൻഫോർമേഷന് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ ജനറൽ പവറിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോലെ ആരെയൊക്കെയാണ് വിളിക്കാനുള്ള അധികാരം കൂടിയും ഇവിടെ ഈ അസസിംഗ് ഓഫീസർക്ക് ഉണ്ട് എന്നുള്ളതാണ്. They are empowered to enter any place within his jurisdiction or any place occupied by any person in respect of whom he exercises jurisdiction to make a survey and take all necessary steps in connection with that. Section 133A പ്രകാരം ഈ പറഞ്ഞ ഓതറൈസ്ഡ് ഓഫീസേഴ്സിന് അവരുടെ ജൂറിസ്ഡിക്ഷൻ്റെ ഏരിയയിൽ വരുന്ന എനി പ്ലേസിൽ അവർക്ക് എൻ്റർ ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. Third one, section 133B pragaram, they may enter any building or place within their jurisdiction for the purpose of collecting any information which may be useful or relevant to the purpose of the act. Income Tax Act pragaram റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ റെലവൻസ് ചെക്ക് ചെയ്യാനായിട്ട് അവർക്ക് ആ സ്ഥലങ്ങളിൽ അവരുടെ ജൂറിസ്ഡിക്ഷനിൻ്റെ പരിധിക്ക് വരുന്ന ഏരിയയിൽ അവർക്ക് ഏത് ബിൽഡിംഗ് ആയാലും പ്ലേസ് ആയാലും വെസൽസ് ആയാലും എയർക്രാഫ്റ്റ് ആയാലും അവർക്ക് എൻ്റർ ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നുള്ളതാണ് സെക്ഷൻ 133B പറയുന്നത്. They may inspect and take copies of any register of members, debenture holders or mortgagees of any company. അതുപോലെ തന്നെ അവരുടെ മെമ്പേഴ്സ്, രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ആണെങ്കിലും ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആയാലും മോർഗേജസ് ആയാലും ആ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് അതിൻ്റെ കോപ്പീസ് എടുക്കാനും അത് വെരിഫൈ ചെയ്യാനുള്ള അധികാരം അവർക്കുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. Section 135 pragaram, they can make enquiry under the Income Tax Act and shall have all the powers of an assessing officer. Enquiry നടത്താനുള്ള എല്ലാ എംപവർമെൻറ്റും ഈ പറഞ്ഞ ഓതറൈസ്ഡ് പേഴ്സൺസ് ഉണ്ട് എന്നുള്ളതാണ് സെക്ഷൻ 135 പറയുന്നത്. They can serve notice under section 142 or under section 148 for making any enquiry before assessment. അസസ്മെൻറ്റിൻ്റെ എൻക്വയറി നടത്താൻ വേണ്ടി സെക്ഷൻ 142 പ്രകാരമോ അല്ലെങ്കിൽ സെക്ഷൻ 148 പ്രകാരമോ നോട്ടീസ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം ഇവർക്കുണ്ട്. The Joint Commissioner or Assessing Officer has the power to make assessment, call for examine any records or any proceedings. Section 143, 144, 147 പ്രകാരം ജോയിൻറ്റ് കമ്മീഷണർക്കോ അല്ലെങ്കിൽ അസസിംഗ് ഓഫീസർക്കോ അവരുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് അവർ SSCസിൻ്റെ റെക്കോർഡ്സ് വെരിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ പ്രൊസീഡിങ്സ് എന്ന് പറയുന്നത് എക്സാമിൻ ചെയ്യാനുള്ള അധികാരം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. They have the same powers which are vested in a court under the Code of Civil Procedure 1908 when trying a suit under the Act 131 subsection 1 പ്രകാരം. അതുപോലെ തന്നെ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ 1908 എന്ന് പറയുന്ന ആ ഒരു കോഡ് പ്രകാരം അവർക്ക് എന്ത് പവറാണുള്ളത്? ആ കോർട്ട് ഉപയോഗിച്ച് കൊടുത്തിട്ടുള്ള ആ പവേഴ്സ് വെസ്റ്റ് ചെയ്യാനുള്ള, അതുപോലെ തന്നെ സ്യൂട്ട് ഫയൽ ചെയ്തിട്ടുള്ളതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കേസ് എൻക്വയറി നടത്താനും ഇൻസ്പെക്ട് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നുള്ളതാണ് അക്കോർഡിംഗ് ടു സെക്ഷൻ 131 സബ്സെക്ഷൻ 1 പ്രകാരം പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ 1908 പ്രകാരമുള്ള കോഡ് ഉപയോഗിച്ചുകൊണ്ടുള്ളത് കോർട്ട് മൂലം വെസ്റ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പവേഴ്സ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എല്ലാ സ്റ്റുഡൻസിനും ഈ പവേഴ്സ് ഓഫ് ദ ജോയിൻറ്റ് കമ്മീഷണർ,
അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓർ ഡെപ്യൂട്ടി ഡയറക്ടർ ആൻഡ് അസസിങ് ഓഫീസർ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പവേഴ്സ് ഓഫ് ദ കമ്മീഷണർ, ദാറ്റ് ഈസ് ദ അപ്പീൽസ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്മീഷണറിൻ്റെ പവേഴ്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് സെക്ഷൻ 133 ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ദേ ആർ എംപവേർഡ് ടു കോൾ ഫോർ ഇൻഫർമേഷൻ അണ്ടർ സെക്ഷൻ 133 ആൻഡ് ടു ഇൻസ്പെക്ട് ഓർ ടേക്ക് കോപ്പീസ് ഓഫ് എനി രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. സെക്ഷൻ 133 പ്രകാരം കമ്മീഷണർ ഓഫ് അപ്പീൽസിന് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് കോൾ ചെയ്യാനും അതോടൊപ്പം തന്നെ ഇൻസ്പെക്ട് ചെയ്യുന്ന ഡോക്യുമെൻസിൻ്റെ കോപ്പീസ് എടുക്കാനും അതിൻ്റെ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ഇൻസ്പെക്ട് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സെക്കൻഡ് പവർ എന്ന് പറയുന്നത് സെക്ഷൻ 131 പ്രകാരം ദേ ഹാവ് ദ സെയിം പവേഴ്സ് ആസ് ആർ വെസ്റ്റഡ് ഇൻ ദ കോർട്ട് അണ്ടർ ദ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ 1908 വെൻ ട്രയിങ് എ സ്യൂട്ട് അണ്ടർ ദിസ് ആക്ട്. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഒരു സ്യൂട്ട് ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ആക്ട് അപ്ലൈ ചെയ്യാമെന്നതാണ് പറയുന്നത്. കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ 1908 എന്ന് പറയുന്ന കോടതി വിധി പ്രകാരമുള്ള പവേഴ്സ് വെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സെക്ഷൻ 131 പ്രകാരം പറയുന്നത്. ഇനി സെക്ഷൻ 251 പ്രകാരം ദ കമ്മീഷണർ അപ്പീൽസ് വൈൽ ഡിസ്പോസിംഗ് ഓഫ് എൻ അപ്പീൽ ഷാൽ ഹാവ് ദ ഫോളോയിങ് പവേഴ്സ്. അപ്പീൽ ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് സെക്ഷൻ 251 പ്രകാരം എന്തൊക്കെ പവേഴ്സ് ആണുള്ളത്? ഇൻ എൻ അപ്പീൽ അഗെയിൻസ്റ്റ് എൻ ഓർഡർ ഓഫ് അസസ്മെൻറ്റ് ഹി മേ കൺഫേം, റെഡ്യൂസ്, എൻഹാൻസ് ഓർ ആനുവൽ ദ അസസ്മെൻറ്റ്. ഇവിടെ ഓർഡർ ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ട്. എന്തിനുള്ള ഓർഡറാണ് ഇഷ്യൂ ചെയ്യുന്നത്? കൺഫേം ചെയ്യാനോ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാനോ അതോടൊപ്പം തന്നെ എൻഹാൻസ് ചെയ്യാനോ ആനുവൽ അസസ്മെൻറ്റ് എന്ന് പറയുന്നതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എനി ഓർഡർ ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം കമ്മീഷണർ അപ്പീൽസിനുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. Second one, according to section 251, in an appeal against an order imposing a penalty, he may confirm or cancel such order or verify or vary it so as either to enhance or to reduce the penalty. പെനാൽറ്റിയിൽ മാറ്റം വരുത്താനുള്ള ഒരു പവറും കൂടിയും കമ്മീഷണർ അപ്പീൽസിന് അക്കോർഡിംഗ് ടു സെക്ഷൻ 251 പ്രകാരമുണ്ട്. ആ പെനാൽറ്റി എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യാനോ എൻഹാൻസ് ചെയ്യാനോ അല്ലെങ്കിൽ വെയ്വ് ചെയ്ത് കൊടുക്കാനോ കൺഫേം ചെയ്ത് കൊടുക്കാനുള്ള അധികാരമാണ് കമ്മീഷണർ അപ്പീൽസിന് അക്കോർഡിംഗ് ടു സെക്ഷൻ 251 പ്രകാരമുള്ളത്. നെക്സ്റ്റ് വൺ, ഇൻ എനി അതർ കേസ് ഹി മേ പാസ് സച്ച് ഓർഡർ ഇൻ ദ അപ്പീൽ ആസ് ഹി തിങ്സ് ഫിറ്റ്. സ്യൂട്ടബിൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ അതിനോട് അപ്പീലിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ഒരു ഓർഡറും ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം കമ്മീഷണർ ഓഫ് അപ്പീൽസിനുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. It may be provided that he shall not enhance an assessment or a penalty or reduce the amount of refund unless the appellant had a reasonable opportunity of showing causes against such enhancement or reduction. അപ്പോൾ എൻഹാൻസ്മെൻ്റ് അല്ലെങ്കിൽ വെയ്വ് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനൊരു വാല്യുബിൾ ആയിട്ടുള്ള റീസൺ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് കമ്മീഷണർ ഓഫ് അപ്പീൽസിന് കൊടുക്കാനായിട്ട് സാധിക്കുമെന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് എൻഹാൻസ് ചെയ്യാനുള്ള അധികാരം കൂടിയും ഈ കമ്മീഷണർ ഓഫ് അപ്പീൽസിന് അക്കോർഡിംഗ് ടു സെക്ഷൻ 251 പ്രകാരമുള്ളൂ. ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇല്ലാത്തതാണ്, അതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്തെടുക്കേണ്ടതാണ്. ഞാൻ പറയുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ എഴുതിയെടുക്കാനായിട്ട് നോക്കുക. ഞാനത് ആദ്യം നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം വായിക്കാം, എന്നിട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ദ കമ്മീഷണർ appeals may inspect or take copies of any register of members, debenture holders or mortgagees of any company. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ നാലാമത്തെ പോയിൻ്റായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്ഷൻ 134 പ്രകാരം മെമ്പേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെയും മോർഗേജീസിൻ്റെയോ റെക്കോർഡ് വെരിഫൈ ചെയ്യാനും ഇൻസ്പെക്ട് ചെയ്യാനുള്ള അധികാരം കൂടിയും കമ്മീഷണർ ഓഫ് അപ്പീൽസിന് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പഠിച്ചെടുക്കേണ്ടത്. അപ്പോൾ കമ്മീഷണർ ഓഫ് അപ്പീൽസിൻ്റെ പവർ എന്ന് പറയുന്നത് 4 പോയിൻ്റായിട്ടാണ് ഡിഫറെൻറ്റ് സെക്ഷനായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ 4th ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഞാൻ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ദാറ്റ് ഈസ് ദ പവേഴ്സ് ഓഫ് ഇൻസ്പെക്ടേഴ്സ് ഓഫ് ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് ഇൻസ്പെക്ടേഴ്സിന് എന്തൊക്കെ പവർ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ദ ഇൻകം ടാക്സ് ഇൻസ്പെക്ടേഴ്സ് ആർ അപ്പോയിൻറ്റഡ് ബൈ ദ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്. ആരാണ് ഇൻകം ടാക്സ് ഇൻസ്പെക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? ഇൻകം ടാക്സ് കമ്മീഷണേഴ്സാണ് ഇൻകം ടാക്സ്
ഇൻസ്പെക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ആ അപ്പോയിൻമെൻറ്റോടുകൂടി റിട്ടൺ അപ്പോയിൻമെൻറ്റോടുകൂടി ഒരു അതോറിറ്റി എന്ന് പറയുന്ന ഒരു പവറും കൂടിയും ഇവർക്ക് കിട്ടുന്നുണ്ട്. ആ പവർ എന്താണ്? They are empowered to perform such functions as may be assigned to them from time to time either by the commissioner or by the authority under whom they are working. ആരുടെ കീഴിലാണോ ഈ ഇൻസ്പെക്ടേഴ്സ് ഓഫ് ഇൻകം ടാക്സ് വർക്ക് ചെയ്യുന്നത്, അത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു കമ്മീഷണറുടെ കീഴിലായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അതോറിറ്റിയുടെ കീഴിലായിരിക്കാം. ആ കമ്മീഷണർ അല്ലെങ്കിൽ ആ അതോറിറ്റി ഏത് ഡ്യൂട്ടിയാണ് അവർക്ക് പീരിയോഡിക്കലായിട്ട് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്, അത് ടൈം ടു ടൈമിൽ അവരുടെ ഡ്യൂട്ടീസ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്ത് ഡ്യൂട്ടിയാണോ അവർക്ക്, ഏത് ഫങ്ഷനാണോ അവരോട് പെർഫോം ചെയ്യാനായിട്ട് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പവറാണ് ആ ഇൻസ്പെക്ടേഴ്സ് ഓഫ് ഇൻകം ടാക്സിന് ആരിൽ നിന്ന് ലഭിക്കുന്നത്? കമ്മീഷണർ അല്ലെങ്കിൽ ഓതറൈസ്ഡ് പേഴ്സണിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ പവേഴ്സ് ഓഫ് ഇൻസ്പെക്ടേഴ്സ് ഓഫ് ദ ഇൻകം ടാക്സ് എന്ന് പറയുന്നതും എല്ലാ സ്റ്റുഡൻസിനും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ 4th ചാപ്റ്റർ എന്ന് പറയുന്ന സെക്കൻഡ് മോഡ്യൂളിലെ ഒരു ചെറിയ ഭാഗമാണ്. അത് ഇന്നത്തെ സെഷനോട് കൂടി ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് അതോറിറ്റീസ് എന്ന് പറയുന്നത്, അതായത് ഇൻകം ടാക്സ് അതോറിറ്റീസ് എന്ന് പറയുന്നത് ആരൊക്കെ ആവാമെന്നും അവരുടെ പവേഴ്സാണ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്ഷൻ വെച്ചുകൊണ്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സെക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ പവേഴ്സും പഠിക്കുമ്പോൾ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷനും കൂടി പഠിച്ച് എഴുതിയാൽ മാത്രമേ എക്സാമിന് മുഴുവൻ മാർക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് സെക്ഷൻ തീർച്ചയായിട്ടും പഠിക്കാനും അത് മെമ്മറൈസ് ചെയ്ത് വെക്കാനും ശ്രമിക്കുക. അപ്പോൾ എല്ലാ സ്റ്റുഡൻസിനും ഇത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.